90s 80s കാലഘട്ടം ഇപ്പൊ ഭാഗ്യവാൻ എന്നുള്ള സിനിമയ്ക്കൊക്കെ ഉള്ള ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടോ? ഈ സിനിമയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് സ്പേസ് ഒന്നുമില്ല, എവിടെ വേണേൽ സംഭവിക്കാവുന്ന രീതി സിനിമയാണ്. ഓക്കെ. പിന്നെ തീർച്ചയായിട്ടും ആ നിഷ്കളങ്കതയും ഒക്കെ ഉണ്ട് സിനിമയ്ക്ക്. ഗ്രാമം ആണ്, മുഴുവനായും ഒരു ഗ്രാമത്തിൽ നടക്കുന്ന കഥയാണ്. ആത്മാർത്ഥതയായിട്ട് മണ്ടന്മാരായിട്ടുള്ള കുറച്ച് ആളുകൾ. അതെ അതെ, സിൻസിയറായിട്ട് ആത്മാർത്ഥ മണ്ടത്തിലുള്ള ആൾക്കാർ. ഓക്കെ ഓക്കെ. എന്താ അവസ്ഥ? ഞാൻ വിഷ്ണു പറയുന്നത് ഞാൻ ഓർക്കുകയായിരുന്നു. ശരിയാണ്, അത്തരം സിനിമകളിൽ ഒരു ഫ്ലേവറുള്ള തനി നാടൻ സ്വഭാവമുള്ള കുറേ കഥാപാത്രങ്ങളും അവിടെ നടക്കുന്ന സംഭവ ബഹുലതകളും ഒക്കെയാണ് ഇതിന്റെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്. രമേശേട്ടനെ കുറെ കാലത്തിന് ശേഷം അലക്കി തേച്ച ഷർട്ടില്ലാതെ കാണാൻ പറ്റിയതിന്റെ ഒരു സന്തോഷം. അത് ശരിയാണ്, പക്ഷെ എനിക്കതൊരു ഇതായിട്ട് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ ചെറുപ്പം മുതലേ ഈ മാർബിളിലും ടൈൽസിലും ഒന്നും അല്ലാത്തതുകൊണ്ട് മണ്ണിൽ കളിച്ച് മണ്ണിൽ ഇതായതുകൊണ്ട് മണ്ണിനകത്ത് നമ്മൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ഇതും തോന്നില്ല. നമുക്ക് വേണമെങ്കിൽ ആ ചെളിയൊക്കെ മേത്ത് പുരട്ടാനായിട്ടുള്ള ഒരു ഇതുപോലും തോന്നിപ്പോകും. പിന്നെ നാട്ടിൻപുറത്ത് നടക്കുന്ന ഒരു സംഭവം അതായതുകൊണ്ട് നമുക്ക് അതിലേക്ക് വരാൻ വലിയ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ കുറച്ച് ഒരു ടോപ്പ് ടയർ കഥാപാത്രമാണല്ലോ സാധാരണ ഗതിയിൽ കിട്ടാറ്. അതായത് ഏറ്റവും വലിയ പണക്കാരനായ മുതലാളിയുടെ ഡ്രൈവറാണ്, വെറും ഡ്രൈവറല്ല, അങ്ങനെയാണല്ലോ കിട്ടാറ്. കുറച്ചു കാലത്തിന് ഇത്തിരി ദാരിദ്ര്യവും മണ്ണും പൊടിയും ഒക്കെ ഉള്ള ഒരു വേഷം കിട്ടേണ്ട ഒരു സുഖം ഉണ്ടായിരുന്നു. ഉണ്ട്, ആ ഒരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യുമല്ലോ സ്വാഭാവികമായിട്ട്. അതൊരു വലിയ ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ മാറി ചെയ്യുന്നത് ഒരു നല്ലതാണ്. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് നല്ല ക്യാരക്ടർ കിട്ടുക എന്നുള്ളതാണ് ഇതിനകത്തെ പ്രശ്നം. ചിലപ്പം നല്ല സിനിമകളിലൊക്കെ അങ്ങനത്തെ ക്യാരക്ടർ ഉണ്ടെങ്കിലും ചിലപ്പോൾ നമ്മളെ വിളിക്കുമ്പം മറ്റേ അങ്ങയുടെ സെക്രട്ടറി ആയിട്ട് പുള്ളിയെ എന്ന് പറയും. പക്ഷെ വേറെ നമുക്ക് പറ്റിയ വേഷം അതിനകത്ത് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു സമീർ നിസ്താർ സേട്ടും ഇദ്ദേഹവും സമാനമായിട്ടുള്ളൊരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. പിണ്ടിക്കുരിശുമാല, ഡബിൾ ബാരൽ ഗണ്ണ്, ജീപ്പ്, ജുബ്ബ, അതില്ലാതെ ഇവരെ സങ്കല്പിക്കാൻ വയ്യ എന്നുള്ളൊരവസ്ഥ. അത് ചിലപ്പോൾ മാറും. ഞാനത് പരമാവധി അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ടുള്ള ഒരു ശ്രമത്തിലാണ്. മറ്റൊരു സമ്മതിച്ചെങ്കിലേ നമ്മുടെ കയ്യിലല്ലോ. നമ്മൾ ആഗ്രഹം പറയും ഇതെല്ലാം വേറെ എന്തെങ്കിലും വേഷം ഉണ്ടോ എന്നൊക്കെ പറയുകയാണെങ്കിൽ അപ്പൊ അത് മറ്റേ നമ്മൾ വേറെ ഇത് ചെയ്ത ചേട്ടൻ ഇതാകുമ്പോ ചേരും എന്ന് പറഞ്ഞ് ഇതാകുമ്പോ പിന്നെ നമ്മളോട് തർക്കിക്കാനോ ഇതൊന്നും ബലം പിടിക്കാറില്ല. വേഷം ഇന്ന വേഷം എനിക്ക് തരണമെന്നും പറഞ്ഞ് ഞാൻ ബലം പിടിക്കാറില്ല. ഈ ഒരുപാട് ഈ മരണത്തിന്റെ പോസ്റ്റുകൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കാണാം. ഇത് കാണാറുണ്ടോ? ഇത് ശ്രദ്ധിക്കുന്നുണ്ടോ? എന്റേതാ ഇപ്പൊ ഞാൻ പറഞ്ഞൊരു പടമില്ലേ, ഈ 25-ാം തീയതി തുടങ്ങാൻ പോവാണ്. ആ പടത്തിന് ആദ്യം ജയശീലൻ എന്ന് പറഞ്ഞ ഒരാളാണ് വിളിച്ചത്. അപ്പൊ നമ്മുടെ കസ്തൂരിമാനില് ചാക്കോച്ചിന്റെ ഏട്ടനായിട്ട് അഭിനയിച്ച ആ പയ്യനാണ്. ആ പയ്യനെ തമിഴിൽ എന്തോ ചെയ്യാൻ പോയി അവരായിട്ട് പരിചയം. ഇവരുടെ അടുത്ത് നമ്പർ ഉണ്ട്, ഇതാണോ സംശയം. അപ്പം ഞാൻ മരിച്ചു പോയി എന്നാണ് അവരൊക്കെ പറഞ്ഞത്. അത് കാരണം കൊണ്ട് നമ്പർ മേടിച്ച് വെച്ചിട്ടും ഒരു വിശ്വാസമില്ല. അതിന് എന്നെ വിളിച്ചിട്ട് ചോദിക്കുക ചേച്ചി മരിച്ചോ അല്ല ചോദിച്ച് കുളപ്പുള്ളി ഏലാമേൻ ഒന്ന് കിട്ടുമോയെന്ന് ചോദിച്ചത്. അവൻ ആരെയാണ്? അല്ല കുളപ്പുള്ളി മരുതിൽ ഒക്കെ അഭിനയിച്ച് ഞാൻ പറഞ്ഞു അത് ഞാനാണ്. കുളപ്പുള്ളി ലീല എന്നാണ് മലയാളത്തിൽ പറയും, തമിഴിൽ പറയും മരുത് പാട്ടിന്ന്. അത് രണ്ടും ഞാൻ തന്നെയാണ്. രണ്ടും നിങ്ങൾ തന്നെയാണോ? ആ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മരിച്ചു പോയി എന്ന് പറഞ്ഞു. നേരിട്ട് ആ പടം 25-ാം തീയതി ഷൂട്ട്. അത് സത്യം ഐറ ചെയ്തില്ലേ, ഐറ ചെയ്തപ്പോ ഒരു ഹരിയായിരുന്നു. ഇപ്പൊ ഞാൻ ശിവകാർത്തികയുടെ പടം പരാശക്തി ചെയ്ത് ഈ പരാശക്തിക്ക് എന്നെ വിളിക്കാൻ നിന്നപ്പോ അപ്പൊ ഈ ഐറ ചെയ്ത് ഹരി എന്ന് പറയും, തമിഴ് തന്നെ അവിടുത്തെ. അന്ന് അവൻ അവിടെ മാനേജരാ, ഇതിൽ ഇവൻ കൺട്രോളറാണ്. അവിടെ കൺട്രോളർ ഇല്ലല്ലോ, ഒക്കെ മാനേജർമാരാണല്ലോ. അപ്പോൾ പറഞ്ഞു എൻ്റെ പേര് മരുതുപാട്ടി പറഞ്ഞപ്പോൾ അയ്യോ മരുതുപാട്ടി മരിച്ചു പോയി എന്ന് പറഞ്ഞു അവര്. അപ്പോൾ ഹരിയുടെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ എന്താ ചെയ്യും, മരുതുപാട്ടി മരിച്ചു. ആര് പറഞ്ഞു? അല്ല മരിച്ചു, ഐറ ചെയ്തത് ഞാൻ വിളിച്ചിട്ട് അവർ ചെയ്തിട്ടുണ്ട്, ഞാൻ വിളിച്ചു നോക്കാൻ തന്നെ. അവൻ വിളിച്ചിട്ട് എന്നോട് മരിച്ചോന്നൊന്നും ചോദിച്ചില്ല, എന്തൊക്കെയുണ്ട് വിശേഷം പാട്ടി, അവന് നല്ല വിശേഷം, എന്താ ഏതാ എന്നൊക്കെ ചോദിച്ചു. ഒന്നുമില്ല ഞാൻ വിളിക്കാം, ശിവകാർത്തികയുടെ ഒരു പടത്തിന് വേണ്ടിയിട്ടാണ്, ഞാൻ സന്തോഷമിടാന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇത് മരിച്ചത് പറഞ്ഞിട്ടാണ് വിളിച്ചത്. ഞാൻ തമിഴ്നാട്ടിൽ ചെന്നപ്പോഴാണ് പറയുന്നത്. എന്നിട്ട് ഞാനൊരു ദിവസം അത് എൻ്റെ ഫോണിലുണ്ട്. അപ്പോൾ എൻ്റെ ഫോണിൽ ഞാനിത് അപ്പോൾ ആ സാരിയും ആ ജിംക്കിയും ഒക്കെ എന്നാ എനിക്ക് കിട്ടിയത് ഇവിടുന്ന് ഞാൻ എനിക്കല്ല. അതുപോലെ നല്ലൊരു സാരി ഏതോ ഒരു ഇതിനാണ് അതിലത്തെ വേഷം തോന്നുന്നുണ്ട്. എൻ്റെ കാലിൻ്റെ ഇവിടുന്ന് തൊട്ട് ഇവിടം വരെ മറ്റേ ഇത് മരിച്ചാൽ വെക്കുന്ന സാധനം നീളത്തിൽ വെച്ചിട്ട് ആദരാഞ്ജലി കുളപ്പുള്ളിയിലൊക്കെ. അപ്പോൾ ഞാനത് എൻ്റെ ഫോണിൽ എടുത്ത് വെച്ചു. ഒരു ദിവസം ഞാനിങ്ങനെ നിന്ന് ഇത് കാണിച്ചു കൊടുത്തപ്പോൾ ഒരു ക്യാമറ ചേച്ചി നമുക്കിതൊന്നും എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിതിങ്ങനെ തുറന്ന് ഇത് കൈ പിടിച്ചു. എൻ്റെ കയ്യിലുണ്ട്, ഇറങ്ങുമ്പോൾ കാണിച്ചു തരാം. എന്നിട്ട് പറഞ്ഞു
ചേച്ചി മരിച്ചിട്ട് എത്രാം ദിവസം ഉയർത്തെഴുന്നേറ്റ്? ഞാൻ പറഞ്ഞു കർത്താവ് മരിച്ചിട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, ഞാൻ മരിച്ചിട്ട് 3 മിനിറ്റ് കൊണ്ട് ഉയർത്തെഴുന്നേറ്റു. അത്ര ഇപ്പൊ കൊന്ന് ആർക്കാണ് ഞാൻ ഇത്ര മരിക്കാഞ്ഞിട്ടൊരു ബുദ്ധിമുട്ടെന്ന് ആലോചിക്കണം. ഫസ്റ്റിൽ എനിക്ക് റീത്തും കൊണ്ട് വന്ന് ഫസ്റ്റിലത്തെ എൻ്റെ ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ ഇത് വെച്ചുണ്ടെന്ന് എൻ്റെ വീടിൻ്റെ അടുത്ത് എനിക്കറിയാൻ പാടില്ല. അപ്പം ഞാൻ ഈ ഗെയിം കളിക്കും, രാത്രിക്ക് ഉറക്കം പറഞ്ഞ ഗെയിം കളിക്കണം. അപ്പം അതിനൊരു പൊട്ട ഫോണുണ്ട്, ഒരു ഫോൺ നല്ലതുണ്ട്. ഈ പാമ്പ് ആപ്പിൾ തന്നെ ഗെയിം ആയിരിക്കും. പാമ്പ് കോണിയൊന്നും അല്ല, മറ്റേ കാൻഡി ക്രഷ്. ഇൻട്രസ്റ്റിംഗ് പറയുന്നു. പൈസ ഒന്നും ഇല്ലാണ്ട് ചേട്ടാ, പൈസക്കൊന്നും അല്ല, പൈസ ഒന്നും വെച്ചെടുക്കില്ല. അപ്പൊ ചിലപ്പോ ഒരു ഡൗട്ട് തോന്നി എവിടെയും തോണ്ടുമ്പോ ഒരു ഇതൊക്കെ പറയുമ്പോ അതൊക്കെ വേഗം കളയും. അപ്പൊ ഹലോ ഞാനാണ്, ഞാൻ മരിച്ചിട്ടില്ല. അപ്പോഴേക്ക് മറ്റേതാണ് അതവിടെ വെച്ചു. ഹലോ കൊളപ്പുള്ളി ലീലാണ്, മരിച്ചിട്ടില്ല. ഹലോ ഇല്ല ഞാൻ മരിച്ചിട്ടില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു കൂട്ടർ, അതായത് ഞങ്ങളുടെ അവിടെ കിഴക്കേപ്പുറം അമ്പലം എന്ന് പറയും, ആ അമ്പലത്തിൽ പൂജ ചെയ്യുന്ന ഒരു നമ്പൂരിയും അതിൻ്റെ ഭാര്യയാണ്. അതിൻ്റെ ഭാര്യ നല്ല നർത്തകിയാണ്. അറബി രാമകൃഷ്ണൻ്റെ കൂടെയൊക്കെ അറബിയിൽ പഠിച്ച് ആ കുട്ടി അവിടെ ഞങ്ങളുടെ അവിടെ അവർക്ക് കുറച്ച് ദൂരമായതുകൊണ്ട് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ച് അവിടുന്ന് ഡാൻസ് പഠിപ്പിച്ചിരുന്നു ഈ കുട്ടി. ഇത് ഞാൻ മരിച്ചു എന്നങ്ങോട്ട് ഇതായി ഇവരും കേട്ടു. രാവിലെ എല്ലാവരുടെയും മൊബൈലിൽ കൊളപ്പുള്ളി ലീല മരിച്ചു അന്ത്യാഞ്ജലി എന്ന് പറയുന്നത്, ആദരാഞ്ജലിയും പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും കൂടി പറഞ്ഞു ഈശ്വരോ ഇതൊന്ന് കാണാൻ പോകാന്ന്. ഇവര് കൊളപ്പുള്ളി വന്ന് ചെറിയപ്പള്ളി വന്ന്, കൊളപ്പുള്ളി എന്ന് പറയുന്നത് ചെറിയപ്പള്ളി വന്നപ്പോൾ എങ്ങും ഫ്ലെക്സ് കാണാനില്ല. അപ്പൊ ഇവര് പറഞ്ഞു, ഈ കുട്ടി പറഞ്ഞു അയ്യോ കോഴിക്കോട് കൊണ്ടുപോയി കാണും, എന്നാലും ഇവിടെ എങ്ങും ഫ്ലെക്സ് ഒന്നുമില്ല, ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ അമ്മേനെ. കൊളപ്പുള്ളി എവിടെ എപ്പോഴും എടുക്കണമെന്ന് അറിഞ്ഞെങ്കിൽ നമുക്ക് കോഴിക്കോട് പോകുമായിരുന്നു പറഞ്ഞു. അപ്പൊ ഈ ഭർത്താവ് എന്ത് പറഞ്ഞു വെച്ചാൽ സ്വാമി പറഞ്ഞു ഒരു കാര്യം ചെയ്യേ, റീത്തുണ്ട് ഇവരെ കയ്യിൽ, ഇത് അവരവിടെ എവിടെ വെച്ചിട്ട് നമുക്ക് ഇത് ഇവിടെ എവിടെയും വെക്കാം, അല്ലെങ്കിൽ വേണ്ട അങ്ങോട്ടെങ്കിലും കളയുക, എന്നിട്ട് നമുക്കൊന്നും നോക്കാം, വീട്ടിലേക്ക് പോവാം ഇതൊന്നും പറയാണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനിത് 2 ഫോണ് മാറി ഫോൺ ചെയ്ത് തുടങ്ങി. അപ്പം എൻ്റെ ശബ്ദം ചെറുതല്ലേ, അതുകൊണ്ട് ഒരു 4 വീടിൻ്റെ അപ്പുറം എത്തിയപ്പോൾ ഞാൻ മരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഭർത്താവ് പറയാം ഇതിങ്ങനെ കരഞ്ഞോണ്ട് വരാം, എടി നീ കരച്ചിലൊക്കെ മാറ്റ്, അമ്മയുടെ ശബ്ദമാണ് കേൾക്കുന്നത്. സത്യം നടന്ന കാര്യമാണ്. അപ്പൊ അവര് പറഞ്ഞെന്താ വെച്ചാൽ വീടിന്റെ അടുത്ത് വന്നാൽ അറിയാലോ, നമ്മളൊന്നും പറയണ്ട. 40 വീടിന്റെ അകലെ അപ്പോഴേക്കും എന്റെ ശബ്ദം കേട്ടു, വളരെ കുഞ്ഞു ശബ്ദമല്ലേ. എനിക്കറിയാൻ പാടില്ല മക്കളെ എന്തിനാണ് എന്റെ അമ്മ ഏറ്റവും സങ്കടം ഉണ്ടായത് എന്താണെന്നറിയാവോ, ഈ ഫോൺ ഇങ്ങനെ വിളിക്കുന്നത് അമ്മ കേൾക്കണുണ്ട്. അമ്മ പറയാ എൻ്റെ ലീലയ്ക്ക് എന്താ പറ്റിയത്, എൻ്റെ ലീല സത്യം. എൻ്റെ അമ്മ ഹാളിലിരുന്ന്, ഞാൻ അമ്മ കേൾക്കണ്ട വെച്ചാൽ സിറ്റ് ഔട്ടിലേക്ക് ഇരുന്ന്. അപ്പോൾ എൻ്റെ ലീലയ്ക്ക് എന്താ പറ്റിയത്, എൻ്റെ ലീല മരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ലീലല്ലേ ഇരിക്കണേ, സത്യം എൻ്റെ അമ്മ പറയാണ്. ഭയങ്കര അതുപോലെ ഒറ്റ കാര്യം, ഞാൻ ഈ യൂട്യൂബുകാരാണ് ഇത് ഇത്രയും കൂടുതൽ വളർത്തി ഉണ്ടാക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഏറ്റവും കൂടുതൽ പൈസ കിട്ടും. പക്ഷെ ഞാൻ ഒരൊറ്റ കാര്യം പറയുകയാണ് യൂട്യൂബുകാരോട്, ഒരാളെ കൊന്ന് നിങ്ങൾ പൈസ ഉണ്ടാക്കിയാൽ നിങ്ങളത് തിന്നാൻ ദഹിക്കില്ല കേട്ടോ. അത് നിങ്ങൾ ദൈവത്തെ ഓർത്ത് മരിച്ചവരെ നിങ്ങൾ പോയി കണ്ടിട്ട് നിങ്ങൾ കൊന്നോ. പക്ഷെ കൊല്ലാത്ത എന്നെ ഇനി കൊല്ലല്ലേ മക്കളെ, കുറച്ച് നാൾ കൂടി ജീവിക്കണമെന്നുണ്ട്. സത്യത്തിൽ സംഭവിച്ചെന്താന്ന് പറഞ്ഞല്ലോ. സത്യം പറയാണ്, ഭയങ്കര സങ്കടമാണ്. അതൊരു സൂക്കടായി കിടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല.